ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് ബി ജെ പിയിലും ഇടമില്ലാതാവുകയാണോ? ഇങ്ങനൊരു ചോദ്യം എൻ്റെ സുഹൃത്താണ് ചോദിച്ചത്. കാരണം ആന്ധ്രാപ്രദേശിലെ ബി ജെ പിയുടെ തീപ്പൊരി നേതാവ്, അതിലുപരി ഹിന്ദുക്കളുടെ ആകെ വലിയ ആവേശമായിരുന്ന ടൈഗർ രാജാ സിംഗ്, 87 കേസുകളാണ് ആ മനുഷ്യനെതിരെ ഉള്ളത് ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചതിന്. അദ്ദേഹം ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചു. അപ്പോൾ എന്നോട് സംസാരിച്ച എൻ്റെ സുഹൃത്ത് പറഞ്ഞു, തമിഴ്നാട്ടിൽ നോക്കൂ, വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കിയ അണ്ണാമല പെട്ടെന്ന് മാറ്റപ്പെട്ടു. നൂപുർ ശർമ്മയുടെ കാര്യം അറിയാമല്ലോ, നൂപുർ ശർമ്മ എവിടെയാണെന്നറിയില്ല. പിന്നെ നിഷികാന്ത് ദൂബെ ഒരു നിർണായക ഘട്ടത്തിൽ സർക്കാരിന് വേണ്ടി കോടതിയെ വിമർശിച്ചു എന്നതാണ് നിഷികാന്ത് ദൂബെയുടെ കുറ്റങ്ങളിലൊന്ന്. അപ്പോൾ ഈ ടൈഗർ രാജാ സിംഗിനെ പോലെയുള്ള ആളുകൾ ബി ജെ പിയോട് വിട പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെ, ടൈഗർ രാജാ സിംഗ് ഇതിനു മുമ്പും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇത്തവണ രാജിവെക്കും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് രാജാ സിംഗിനെ തിരിച്ചെടുത്തത്. രാജാ സിംഗ് ഒരു വിവാദ നായകനാണ് എക്കാലത്തും. ഗോഷാമഹലിലെ MLA വലിയ വിവാദങ്ങളുണ്ടാക്കുന്ന ആളാണ്. ഹിന്ദു ഇഷ്യൂസ് വളരെ വയലൻ്റായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ രാജാ സിംഗ് ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നില്ല. പാർട്ടിയാകുമ്പോൾ അത് വേണമല്ലോ. രാജാ സിംഗിൻ്റെ പക്ഷേ രാജാ സിംഗിനോട് നിങ്ങൾക്ക് തർക്കിച്ച് ജയിക്കാനും പറ്റില്ല. ബേസിക് റാഡിക്കൽ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സാണ് രാജാ സിംഗ് റേസ് ചെയ്യുന്നത്. ബട്ട് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഒരല്പം ഒരു കാല് പുറകോട്ട് എടുക്കണ്ടേ. രാജാ സിംഗ് അതിന് തയ്യാറാവുന്നില്ല എന്ന് എനിക്ക് ഈ രാജാ സിംഗിനെ ഈ പറഞ്ഞ ആരെയും അറിയില്ല പേഴ്സണലായിട്ട്. എനിക്ക് അവിടെ കോണ്ടാക്ട്സ് ഉണ്ട്, പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിച്ചതായതുകൊണ്ട് എനിക്കൊരു ഫീഡ്ബാക്ക് അവിടെ നിന്ന് എടുക്കാനും പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എന്താ ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത് ചെയ്യാം. ഇപ്പോൾ രാജാ സിംഗ് രാജിവെച്ചിരിക്കുന്നത് രാമേന്ദ്ര റാവുവിനെ പ്രസിഡൻ്റാക്കിയ BJP സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ അത് ഈ പറഞ്ഞ പോലെ ദുരൂഹമായ ഒരു ഏർപ്പാടാണ്. തെലങ്കാന BJP പ്രസിഡന്റ് ആ ബണ്ടി സഞ്ജയ് കുമാർ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് BJP പ്രസിഡന്റ് എന്നുള്ളത്. എനിക്ക് ഒരു കാരണവും കൂടാതെ ബണ്ടി സഞ്ജയ് കുമാറിനെ മാറ്റുന്നു. കേന്ദ്രത്തിൽ ഒരു പദവി കൊടുക്കുന്നു, ആഭ്യന്തര സഹമന്ത്രിയോ അങ്ങനെ എന്തോ കൊടുത്തിട്ട് മാറ്റുന്നു ആളിനെ. പക്ഷേ ഒരു എലിവേറ്റ് ചെയ്യുക തന്നെ അല്ല, എലിവേറ്റ് ചെയ്ത് പേഴ്സണലി അങ്ങേർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അങ്ങേരെ മാറ്റിയത് എന്തിനാ അതാർക്കും അറിയില്ല. മാറ്റി എന്നിട്ട് കിഷൻ റെഡ്ഡിയെ വെച്ചു. കിഷൻ റെഡ്ഡി ഈ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത മനുഷ്യനാണ് കിഷൻ റെഡ്ഡി. നമ്മുടെ കേരളത്തിലെ ഒരു താരതമ്യം പറഞ്ഞാൽ കുമ്മനം രാജശേഖരൻ കേരളത്തിലെ കുമ്മനാണ്. വളരെ സാധുവാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, നിഷ്കളങ്കനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് കിഷൻ റെഡ്ഡി. നല്ല സ്വാധീനമൊക്കെ ഉണ്ട്. കിഷൻ റെഡ്ഡിയെ മാറ്റിയിട്ട് രാമേന്ദ്ര റാവുവിനെ വയ്ക്കുന്നു. എന്തിന് കിഷൻ റെഡ്ഡിയെ മാറ്റി? ഒന്ന്, കിഷൻ റെഡ്ഡിയെ എന്തിനും വെച്ചു, അതിന് ഉത്തരവില്ല. കിഷൻ റെഡ്ഡിയെ എന്തിനും മാറ്റി, അതിന് ഉത്തരവില്ല. രാമേന്ദ്ര റാവു, കിഷൻ റെഡ്ഡി +2 ആണ് രാമേന്ദ്ര റാവു. വളരെ സോഫ്റ്റ് സ്പോക്കനാണ്, എല്ലാവരുമായിട്ട് വലിയ സ്നേഹത്തിൽ, പഴയ RSSകാരനാണ്. അപ്പോൾ ആ ഒരു RSSൻ്റെ ഈ എല്ലാവരോടും സ്നേഹം വെച്ച് പുറത്തുനിന്നൊരു സ്വഭാവമുണ്ടല്ലോ. ശത്രുക്കളോട് പോലും പേഴ്സണലി ഒരു അടുപ്പം വയ്ക്കുക, വഴക്ക് വേണ്ട, നമുക്ക് സമാധാനിക്കുക, ഈ രീതിയിൽ പോകുന്ന. ഇതിപ്പോൾ ഇയാൾക്ക് ടൈഗർ രാജയ്ക്ക് ഇത് പിടിച്ചില്ല. ടൈഗർ രാജയ്ക്ക് ഇത് മാത്രമല്ല, പലതും പിടിക്കുന്നില്ല. ഏതായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ അസസ് ചെയ്യുന്നതിൽ BJPക്ക് എവിടെയൊക്കെയോ ഒരു പോരായ്മയുണ്ട്. തമിഴ്നാട്ടിൽ നടന്നത് വലിയ ബലി കൊടുക്കലാണ്. ബലി കൊടുക്കുകയായിരുന്നു അണ്ണാമലൈ. AIDMKയുമായിട്ട് കൂട്ടുകൂടണം. ആ സ്ട്രാറ്റജി തെറ്റാണ് എന്ന് അണ്ണാമലൈ പറയുന്നു. ഇപ്പോൾ ഒരുപക്ഷെ തൽക്കാലം ഭരണത്തിൽ വരുമായിരിക്കാം, എന്നാൽ പോലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മളുടെ പാർട്ടി ചീത്തയാകും എന്നുള്ളതല്ലാതെ സ്റ്റേറ്റിനോ മൊത്തത്തിൽ BJPക്കോ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇതാണ് അണ്ണാമല പറയുന്നത്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും 5-10 വർഷം. കാരണം നമുക്ക് മേൽവിലാസമില്ലാത്ത സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ അവിടെ മേൽവിലാസം ഉണ്ടാക്കി മെല്ലെ ഞാൻ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം. അണ്ണാമലൈ ചെറുപ്പക്കാരനുമാണ്, സമയമുണ്ട്. അയാൾ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ച്
വല്ലാതെ സ്റ്റഡി ചെയ്തു ആ മനുഷ്യൻ തമിഴ്നാട് പൊളിറ്റിക്സിൽ. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു, ഞാൻ നിശ്ചിതമായിട്ട് എതിർക്കുന്ന ആൾക്കാരാണ് DMK, EV രാമസ്വാമി നായ്ക്കർ, ഇവരൊക്കെ. ബട്ട് ഇവരെങ്ങനെ ഇത്ര പോപ്പുലറായി എന്നുള്ളതും എനിക്കറിയാം. ഓരോ വീട്ടിലും അവർ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ, ഓരോ ഗ്രാമത്തിലും അവർ അവരുടെ ഐഡിയോളജിയുടെ വിത്ത് പാകിയിട്ടുണ്ട്, അതിനുള്ള വളവും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പ്രവർത്തിച്ചിട്ടാണ് അവരുടെ ഐഡിയോളജി തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അതിനുവേണ്ടി അവരെടുത്ത കഷ്ടപ്പാടുണ്ടല്ലോ അതിഭീകരമാണ്. ഇപ്പം ഗ്രൗണ്ട് ലെവലിൽ അവരുണ്ടാക്കി വെച്ച ഗുഡ് വില്ലാണ് ഇപ്പോൾ സ്റ്റാലിൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഉദയനിധി ഗ്രാമങ്ങളിൽ പോവുക, ആരെയും കാണുമൊന്നും ചെയ്യാറില്ല. അയാൾക്ക് ഇങ്ങനെ ഈ ഷോ കാണിച്ച് നടക്കുന്നതാണ്. ബട്ട് ഈ ഷോ കാണിച്ച് നടക്കാൻ ഇവർക്ക് പറ്റുന്നത് ഈ EVR, അണ്ണാദുരൈ, പിന്നെ കുറേയധികം കരുണാനിധി, ഈ 3 പേര് ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ സ്റ്റാലിനും ഉദയനിധിയും കൊയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫലം കൊയ്യണമെങ്കിൽ ആരെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ആ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൻ്റെ ഫലം കൊയ്യണമെന്നില്ല. ഒരുപക്ഷെ ഞാൻ വർക്ക് ചെയ്ത് ഇത് ഏകദേശം മരം പൂത്ത് കായ്ച്ചയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വൃദ്ധനാകുകയോ മരിച്ചു പോവുകയൊക്കെ ചെയ്തു എന്ന് വരാം. ബട്ട് അപ്പോൾ മാത്രമേ ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. വിച്ച് ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് പൊളിറ്റിക്സിൻ്റെ ഉസ്താദാണ് അമിത്ഷാ. അമിത്ഷാ നേരെ തിരിച്ചു പറയുന്നു, നിങ്ങളിതൊക്കെ പറയുന്നു, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എനിക്ക് റിട്ടേൺസ് വേണം. എത്ര ആൾക്കാർ, എത്ര പൈസയാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഇറക്കുന്നത്, എത്ര പ്രവർത്തകർ, എത്ര പേര് മരിച്ചു, എന്നിട്ട് നമുക്കവിടെ ഒരു വിജയം കിട്ടുന്നില്ലെങ്കിൽ യു ബ്രിങ് സക്സസ്, എവറിത്തിങ് എൽസ് വിൽ ഫോളോ, എവറിത്തിങ് എൽസ് വിൽ ഫോളോ. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ ചീത്ത പറയുന്നതിനൊക്കെ പട്ടിയെ പോലെ വാലായിട്ട് നിങ്ങളുടെ പിന്നാലെ നിൽക്കും. അതിലൊരു കാര്യമില്ലേ, പവർ ഈസ് എവറിത്തിങ്. ഇൻ പൊളിറ്റിക്സ് അമിത്ഷാ പറയുന്നത് പവർ ഈസ് എവറിത്തിങ്. അണ്ണാമലൈ വാസ് കൺവിൻസ്ഡ് അതർവൈസ്. അണ്ണാമലൈ ഇപ്പോൾ പറഞ്ഞു, പവർ ഈസ് നോട്ട് എവറിത്തിങ്, ദിസ് പവർ ഈസ് ആർട്ടിഫിഷ്യൽ പവർ. ആരുടെ കയ്യിലാണ് യഥാർത്ഥ അധികാരം പോകാൻ പോകുന്നത്? AIDMKയുടെ കയ്യിലാണ്. AIDMK ഈസ് എ ഫോട്ടോ കോപ്പി ഓഫ് DMK. മനസ്സിലായി? DMK വന്നാലും AIDMK വന്നാലും ഇവരുടെ പരിപാടിയും പ്രവൃത്തിയൊക്കെ അഴിമതി, ഐഡിയോളജി, വാട്ട് എവർ ഈസ് ലെഫ്റ്റ് ഐഡിയോളജി ഒന്നും ഇപ്പോൾ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് DMK തന്നെയാണ്. DMK എന്ന് പിളർന്നു പോയതാണല്ലേ AIDMK. MG രാമേന്ദ്രൻ പിളർത്തി ഉണ്ടാക്കിയതല്ലേ. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ദെൻ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് പവർ? നിങ്ങളുടെയും കൂടെ അധ്വാനം ചേർത്തിട്ട് അവരെ അധികാരത്തിലെത്തിക്കുക, എന്നിട്ട് നിങ്ങൾ നമ്പർ 2 ആയിട്ട് കഴിയുക. ഇങ്ങനെ ചെയ്ത് അധികാരത്തിൻ്റെ ഒരു പ്രയോജനം, ഈ പറഞ്ഞ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ശരിയാണ്, ഇപ്പോൾ എതിർക്കുന്നവർ പട്ടിയെപ്പോലെ പിന്നാലെ നിൽക്കും. ആരുടെ? എടപ്പാടി പഴനിസ്വാമിയുടെ, BJPയുടെ അല്ല. എടപ്പാടി ഈസ് ഗോയിങ് ടു ബി ദ ചീഫ് മിനിസ്റ്റർ. BJP അല്ലല്ലോ. BJP ഒരു ഡിസ്റ്റൻറ്റ് സെക്കൻഡ് പാർട്ട്ണറാണ് AIDMK സഖ്യത്തിൽ. അമിത്ഷാ പറഞ്ഞു, നത്തിങ് ഡൂയിങ്, യു സി, ഞാൻ അവിടെ മാജിക് സൃഷ്ടിക്കും. ഫൈൻ. ബട്ട് ഇയാൾ രാജിയൊന്നും വെച്ചില്ല. അണ്ണാമലൈ രാജിവെച്ചില്ല. കലം ആ സ്റ്റൈലല്ല പുള്ളിയുടെ. പുള്ളി IPSകാരനാണ്, അച്ചടക്കമുള്ളവനാണ്. IPSകാരുടെ ഒരു പ്രത്യേകതയുണ്ടല്ല, അവർ വരായിക മന്ത്രിയോട് പറയും, ആഭ്യന്തരമന്ത്രിയോട്, സാർ ഇന്ന മാതിരിയാണ്, ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഈ പണി വേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ശരി സാർ, അവരത് ചെയ്യും. ഇതാണ് അണ്ണാമലൈ. T രാജ അങ്ങനെയല്ല. പുള്ളി കാട് പോലെ വളർന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെതായ ബഹളം പുള്ളി കാണിക്കുന്നു. ഇപ്പോഴും ഈ രാജിവെച്ചു എന്ന് പറയുന്നത് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇത് തിരിച്ചാകാനും വലിയ നേരമൊന്നും വേണ്ട. ആരെങ്കിലും മുതിർന്ന് വിളിച്ചിട്ട് എന്താ മോനെ ഇത്, നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴങ്ങി കൊടുക്കും. ആ ടൈപ്പാണ് ടൈഗർ. പാർട്ടിയോടുള്ള വിരോധം കൊണ്ടല്ല, അല്ല സങ്കടം കൊണ്ടാണ്. പുള്ളി പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു, രാമേന്ദ്ര റാവുവിനെ വെച്ചതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ഹീസ് നോട്ട് അക്സെപ്റ്റബിൾ. പുള്ളി ആർക്കും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ടൈഗർ രാജ ഇവിടെ ഒരു എയർപോർട്ട്, അവിടെ വെച്ച് അമിത്ഷായെ കണ്ടു. എയർപോർട്ടിൽ വെച്ച് കണ്ട് 15 മിനിറ്റ് സംസാരിച്ചു. അതൊരു ലാസ്റ്റ് ഡിച്ച് എഫർട്ടായിരുന്നു ടൈഗർ രാജയുടെ രാജി ഒഴിവാക്കാനായിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെക്കും എന്ന് വരെ പറഞ്ഞു കാണും.
ആ ഒറ്റ പറച്ചിൽ മറ്റേ കക്ഷി പറയും എന്നാൽ പിന്നെ അതങ്ങ് നടക്കട്ടെ എന്ന്. കാരണം അവിടെ ഈ വിരട്ടിക്കഴിഞ്ഞ ഒരു പരിപാടി കേൾക്കൂല. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സിൽ സംഭവിക്കുന്നതാണ്. ഇതൊന്നും ഈ ഒരു ശാശ്വതമായ BJPയുടെ പ്രശ്നമായിട്ട് വിചാരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവർ തീർക്കും. ബട്ട് ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ വേറൊരു ചോദ്യമുള്ളത്, ഈ ഹിന്ദു കോർ ഇഷ്യൂസ് പറയുന്ന ആളുകൾക്ക് BJPയിൽ ഗ്രിപ്പ് കുറയുന്നുണ്ടോ എന്ന് സംശയം ചിലർക്കെങ്കിലും ഉണ്ട്. അല്ല, അത് അത്ര ശരിയല്ല. അതൊന്നും ഈ ഇപ്പോൾ നിഷികാന്ത് ദുബൈക്ക് എന്ത് സംഭവിച്ചെന്നാണ്? ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഇപ്പോഴും ലോക്സഭാ മെമ്പറാണ്. അതെ, ഇപ്പോഴും ശബ്ദം കേൾക്കാനില്ല. അല്ല, ശബ്ദം കേൾക്കാനില്ല എന്ന് വെച്ചാൽ ഈ കേരള മീഡിയ റിപ്പോർട്ട് ചെയ്യാനിട്ടാണ്. കഴിഞ്ഞ ദിവസം നിഷികാന്ത് ദുബെ ഒരു കോൺഗ്രസിനെതിരായ ഒരു ഡോക്യുമെൻ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. നൂപുർ ശർമ്മയ്ക്ക് തിരിച്ചു വന്നുകൂടെ? നൂപുർ ശർമ്മ ഈസ് എ ഡിഫറെൻറ്റ് കേസ്. അത് പ്രകടമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വെല്ലുവിളിയായിട്ട് അത് ചിത്രീകരിക്കപ്പെടും. അപ്പോൾ അതൊന്നുകൂടെ തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ അത് നൂപുർ ശർമ്മയെ ആരും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഫ്ലെയറപ്പ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ടു കിൽ ദ ഫ്ലെയറപ്പ് ബെറ്റർ നൂപുർ ശർമ്മ ഒന്ന് ബാക്ക് സീറ്റിലേക്ക് മാറട്ടെ എന്ന് തീരുമാനിച്ചു. എത്ര വർഷമായി? 2-3 വർഷമായി. 2-3 വർഷമായി. സോ വാട്ട്, 2-3 വർഷം ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് വലിയ ഗ്യാപ്പാണ്. ഞാൻ പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതിനെ അവരെ ഡംപ് ചെയ്തു, അവരെ കളഞ്ഞു, ആ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, കാർഷിക ബില്ല് 3 ബില്ലും വിഡ്രോ ചെയ്തത് പ്രധാനമന്ത്രിയല്ലേ? അപ്പോൾ പ്രധാനമന്ത്രിയെ എല്ലാവരും കൂടെ ചതിച്ചു പിടിച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തോറ്റുപോയി, ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയാണ്? സി, വെൻ ഇറ്റ് ഈസ് നോട്ട് മൂവിങ് യു ഹാവ് ടു എൻഡ് ഇറ്റ് സംവെയർ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു സമരം പ്രശ്നം ഒക്കെ തുടങ്ങാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കാനാണ് പ്രയാസം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ പീപ്പിൾ ഡിസൈഡഡ് ദാറ്റ് ദിസ് ഈസ് ദ റൈറ്റ് മൊമെൻറ്റ്, ഇവിടെ വെച്ച് നമുക്കിത് നിർത്താം. ഇനിയും മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും ചീത്തയാവും, മൊത്തം രാജ്യം ചീത്തയാവും. സോ ദേ ഡ്രോപ്പ് ഇറ്റ്. അതൊരു പരാജയമല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. സംവെയർ യു ഹാവ് ടു സ്റ്റോപ്പ് സംതിങ്. അപ്പോൾ നൂപുർ ശർമ്മ എന്ന കരു അതിനെ പുറകോട്ടെടുത്താൽ ഒരു ഇഷ്യൂ തീരും. ഒന്നാമത് അതൊരു വേണ്ടാത്ത ഇഷ്യൂ ആണ്. എൻ്റെയും കൂടെ നോട്ടത്തിൽ ഈ ഖുറാനിലെ വരികളൊക്കെ പിടിച്ച് തർക്കിക്കുക എന്ന് പറയുന്നത് തർക്കമൊക്കെ ശരിയാണ്, ബട്ട് അതൊരു ലോ ലെവൽ ഏർപ്പാടാണ്. ഞാനത് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ 6 ഖുറാനിരിപ്പുണ്ട്, ഇംഗ്ലീഷും ഒക്കെ ആയിട്ട്. ബട്ട് ഞാൻ ഒരിക്കലും ഈ ഖുറാനിലെ വരികളെ ചൊല്ലി തർക്കിക്കാറില്ല. കാരണം ആ വരികൾ വായിച്ചല്ല ആൾക്കാർ ജീവിക്കുന്നത്. ആളുകൾ ജീവിക്കുന്നത് വേറെ ചില രീതിയിലാണ്. എന്നാൽ ആ വരികളാണ് പവിത്രം, അതുപോലെ തന്നെ ചെയ്യണം, കണ്ടതിനെയൊക്കെ കൊല്ലണം എന്നൊക്കെ വിചാരിക്കുന്നവരില്ലേ, അവരുമുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇസ്ലാം. ഇതുവരെ ആയിട്ടില്ല ഭാരതത്തിൽ. പക്ഷേ ഈ കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ എൻ്റെ എതിരാളികൾക്ക് വളരെ മനോഹരമായിട്ട് സാധിക്കും. അതും ഞാൻ സമ്മതിക്കുന്നുണ്ട്. ലോജിക്കലായിട്ട് മോഹൻദാസ് പറയുന്നത് തെറ്റാണ്, ഇന്ന സംഭവങ്ങൾ നോക്കാത്ത ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിച്ച് തോൽപ്പിക്കാം. പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തർക്കം ജയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ അംശം മാത്രമാണ്. എല്ലാവരും ഇതിനെ കാണുന്നത് TV തർക്കം. നൂപുർ ശർമ്മയ്ക്കും സംഭവിച്ച് TV വക്താവായിരുന്നു അവർ. അങ്ങനെയാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ TV തർക്കം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എത്ര പേര് കാണുന്നുണ്ട് ഈ TV ചർച്ച? അപ്പോൾ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ സാങ്കേതികമായിട്ട് നോക്കുക, നിങ്ങളുടെ വക്താവ് അവർ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, പുസ്തകത്തിലുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്, എന്നിട്ട് നിങ്ങളവരെ ഉപേക്ഷിച്ച് മര്യാദയായോ? ഈ ചോദ്യത്തിന് മര്യാദയായില്ല എന്നാണ് ഉത്തരം. ബട്ട് മര്യാദയല്ലാത്ത അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചേരാത്ത ചില പ്രവൃത്തികൾ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ചെയ്യേണ്ടി വരുന്നു. നല്ല മനുഷ്യനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ മാറ്റി നിർത്തേണ്ടി വരുന്നു. പലപ്പോഴും നല്ല മനുഷ്യർക്കുള്ളത് അല്ല പൊളിറ്റിക്സ് എന്നൊരു ധാരണയുണ്ടാവാൻ ഇതാണ്. അത് നല്ലതാണ്. നേരും നിറയുമുള്ളവന് പൊളിറ്റിക്സ് സ്ഥാനമില്ല എന്ന് പറയുന്നത്. പലപ്പോഴും സ്ഥാനമൊക്കെ ഉണ്ടാവും, ബട്ട് പലപ്പോഴും ഇയാൾ മാറ്റി നിർത്തപ്പെടും. കാരണം ഇയാൾ സത്യസന്ധനാണ്, നേരുള്ളവനാണ്. അതുകൊണ്ട്
പൊളിറ്റിക്സിൽ ഈ ചേട്ടനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. പിന്നെ കള്ളത്തരവുണ്ട്. എനിക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സുനിലിനെ പല രീതിയിൽ കൊണ്ടുപോയി ചാടിച്ചിട്ട് സുനിലിനെ കൊച്ചാക്കി മാറ്റി. ഓൾ ദീസ് തിങ്സ് ആർ ഇൻ BJP ഓൾസോ. നമ്മൾ എല്ലാം ഒരു സ്ട്രാറ്റജിയാണെന്നൊന്നും വിചാരിക്കേണ്ട. ചിലതൊക്കെ ശുദ്ധമായ അസൂയയും പോക്രിത്തരവും തമ്മിൽ കുത്തുമൊക്കെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടം അല്ല, അതുണ്ടാവുന്നു, സ്വാഭാവികമാണല്ലോ. നമ്മുടെ രാജ്യത്ത് എല്ലാ പാർട്ടികളെയും പോലൊരു പാർട്ടി. ഏതായാലും ഈ ടൈഗർ രാജ, അണ്ണാമലൈ, പിന്നെ നൂപുർ ശർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും ഉണ്ട് ഈ പാർട്ടി. തീർച്ചയായിട്ടും അവർക്ക് നല്ല ജനപിന്തുണയുണ്ട്. ഇപ്പോൾ ഈ പവൻ കല്യാൺ BJPയിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് 2 തവണ പുറത്താക്കപ്പെടുകയും 3 തവണയെങ്കിലും രാജിവെക്കുകയും ചെയ്തത്. അങ്ങേരെ ബുദ്ധിമാനായതുകൊണ്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി, പിന്നെ ആരും പുറത്താക്കുകയില്ല. അതെ അതുകൊണ്ട് ബട്ട് അവർ ആ ഒരു മുരുകൻ ഇത് അവിടുത്തെ മീറ്റിംഗ് നടത്തിയില്ലേ, അതിൽ പവൻ കല്യാണമുണ്ട്, ഇദ്ദേഹം ഉണ്ടായിരുന്നു, അണ്ണാമലൈ ഉണ്ടായിരുന്നു ആ മീറ്റിംഗ്. അല്ല, പവൻ കല്യാണിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കപ്പെട്ടു. സെക്യുലറിസം എന്ന് പറയുന്ന കള്ളത്തരത്തെ പൊളിച്ചു കാട്ടി. അല്ല, ഇവരൊക്കെ ചേർന്ന് ഈ യുവനിരയുണ്ടല്ലോ, പവൻ കല്യാൺ, അണ്ണാമലൈ, ടൈഗർ രാജ, വനതി ശ്രീനിവാസൻ, ഇവരൊക്കെ ചേർന്ന വലിയൊരു സംഘം സൗത്ത് ഇന്ത്യയിലുണ്ട്. അവരെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, അല്പം ഗ്രിപ്പില്ലാത്ത ഒരു ഏരിയ. അതാണ് സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന് വേറൊരു കൾട്ടുണ്ട്. വേറെ കൾട്ടൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് അതിൽ ശ്രദ്ധിക്കുന്നത്? വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. വേറെ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന് ചെറിയൊരു വ്യത്യാസം, കുറച്ചൊരു ക്യാരക്ടറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബട്ട് സ്ട്രാറ്റജിയും സംഗതിയൊക്കെ സെയിം തന്നെയാണ് ഭാരതം മൊത്തം. ഒൺലി തിങ് ഈ സൗത്ത് അവരുടെ ഒരു ഫ്രെയിം ഓഫ് തിങ്കിങ്ങിൽ സൗത്ത് വന്നിട്ടില്ല ഇതുവരെ സീരിയസ് ആയിട്ട്. അതാണ് എൻ്റെ ഒരു പരാതി. മോദി സൗത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാടിനെ സീരിയസ് ആയിട്ട് എടുത്തു. ചെങ്കോൽ, പിന്നെ രാമേശ്വരത്തെ ആ വിസിറ്റ്, അത് ഇതൊക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു ഓളം ഉണ്ടാക്കി. ബട്ട് നോ റിട്ടേൺസ്. അത് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി. അവിടെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലപ്പം. നൗ വി ഹാവ് ടു സീ സംതിങ്. ഒരു കാര്യം ചെയ്യാം, തമിഴ്നാട് ഫയൽ മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ തൽക്കാലം ADMK ആയിട്ട് കൂടുക, എന്തെങ്കിലും ചെയ്യും, പിന്നെ ആലോചിക്കും. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.